ഹായ് ഫ്രണ്ട്സ്, R4iലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നലെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അദ്ദേഹത്തിൻ്റെ ട്രൂത്ത് സോഷ്യലിൽ പോസ്റ്റ് ചെയ്ത പ്രധാനമന്ത്രിയുമായിട്ട് അദ്ദേഹം നടത്തിയ കൂടിക്കാഴ്ചയെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ മാർക്കറ്റിൽ ഒരു ആഘോഷത്തിൻ്റെ ദിനം സൃഷ്ടിച്ചത്. അപ്പോൾ ട്രൂത്ത് സോഷ്യലിൽ ട്രംപ് പറഞ്ഞിട്ടുള്ളത് പ്രധാനമന്ത്രി മോഡിയുമായിട്ട് സംസാരിക്കാൻ കഴിഞ്ഞത് ഒരു ബഹുമതിയാണെന്നും അദ്ദേഹം തൻ്റെ ഏറ്റവും നല്ല സുഹൃത്തുക്കളിൽ ഒരാളാണെന്നും ആ രാജ്യത്തിലെ ഏറ്റവും ശക്തനും ആദരണീയനായ നേതാവുമാണെന്നും ഒക്കെ പറഞ്ഞുകൊണ്ടാണ് ആ ട്രൂത്ത് സോഷ്യൽ പോസ്റ്റ് നമുക്ക് കാണുക. റഷ്യയും ഉക്രൈനുമായിട്ടുള്ള യുദ്ധം അവസാനിപ്പിക്കൽ, അതുപോലെ ട്രേഡുമായി ബന്ധപ്പെട്ട നിരവധി കാര്യങ്ങളെക്കുറിച്ച് ഞങ്ങൾ സംസാരിച്ചെന്നും അദ്ദേഹം പറയുന്നുണ്ട്. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് നിർത്താനും അമേരിക്കയിൽ നിന്നും ഒരുപക്ഷെ വെനിസ്വേലയിൽ നിന്നും കൂടുതൽ വാങ്ങാനും പ്രൈം മിനിസ്റ്റർ മോഡി സമ്മതിച്ചതായും അദ്ദേഹം പറഞ്ഞു. അപ്പോൾ ഇത് ഉക്രൈനിലെ യുദ്ധം അവസാനിപ്പിക്കാൻ സഹായിക്കുമെന്നും ഇപ്പോൾ ആയിരക്കണക്കിന് ആളുകൾ എല്ലാ ആഴ്ചയും മരിക്കുന്നത് ഒഴിവാക്കാനാകുമെന്നും അദ്ദേഹം പറയുന്നു. അപ്പോൾ പ്രധാനമന്ത്രി മോഡിയോടുള്ള സൗഹൃദവും ബഹുമാനവും കാരണം അദ്ദേഹത്തിൻ്റെ അഭ്യർത്ഥന പ്രകാരം ഉടനടി പ്രാബല്യത്തിൽ വരുന്ന തരത്തിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സും ഇന്ത്യയും തമ്മിലുള്ള ഒരു വ്യാപാര കരാർ ഞങ്ങൾ സമ്മതിച്ചു. അതിലൂടെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് കുറഞ്ഞ പരസ്പര താരിഫ് ഈടാക്കുമെന്നും ഇത് 25% നിന്ന് 18% കുറക്കുമെന്നും അതുപോലെ യുണൈറ്റഡ് സ്റ്റേറ്റ്സിനെതിരെ ഇന്ത്യ ഉയർത്തുന്ന താരിഫുകൾ 0 കുറക്കാനും ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. അതുപോലെ $500 ബില്യൺ US എനർജി, അതുപോലെ അഗ്രികൾച്ചർ, ടെക്നോളജി തുടങ്ങിയവ വാങ്ങാനും ഇന്ത്യ പ്രതിജ്ഞാബദ്ധമായി എന്നും അദ്ദേഹം പറയുന്നു. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ പറ്റുന്നത് അനൗദ്യോഗികമായിട്ടുള്ള ഒരു ടോക്ക് ഫോണിലൂടെ നടന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ട്രംപിൻ്റെ ഒരു സ്വഭാവം വെച്ച് നമുക്കറിയാം, ഏതൊരു കാര്യവും ഏറ്റവും ആദ്യം ലോകത്തെ അറിയിക്കുന്നത് താനാകണമെന്ന ഒരു വാശി അദ്ദേഹത്തിനുണ്ട്. ഇത് ഇന്ത്യ പാക് വാറിലും ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ സമയത്ത് ഈ രീതിയിലുള്ള ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. ഇന്ത്യയും പാകിസ്ഥാനും പറയുന്നതിന് മുമ്പേ അദ്ദേഹം അത് പറഞ്ഞതായിട്ട് കാണാം. അപ്പോൾ അതാണ് ഇന്ന് ഇവിടെയും സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ അതിനുശേഷം പ്രൈം മിനിസ്റ്റർ മോഡി എക്സിലും ഫേസ്ബുക്കിലും ഈ കാര്യത്തെ സ്ഥിരീകരിക്കുന്ന രീതിയിൽ പ്രതികരിച്ചതാണ് മാർക്കറ്റ് വളരെ പോസിറ്റീവായിട്ട് എടുത്തത്. കാരണം ട്രംപിൻ്റെ വാക്ക് മാത്രം എടുത്തുകൊണ്ട് തീർച്ചയായിട്ടും മാർക്കറ്റ് ഇതിനെ പോസിറ്റീവായി എടുക്കുമായിരുന്നില്ല. അപ്പോൾ ഇവിടെ പ്രൈം മിനിസ്റ്റർ മോഡി അതിനെ എൻഡോസ് ചെയ്തതാണ് ഇന്ത്യൻ മാർക്കറ്റിൽ ഒരു മൂവിന് കാരണമായത്. അപ്പോൾ അതിൽ പ്രൈം മിനിസ്റ്റർ മോഡി പറയുന്നത്, എൻ്റെ പ്രിയ സുഹൃത്ത് പ്രസിഡന്റ് ട്രംപുമായി ഇന്ന് സംസാരിക്കാൻ കഴിഞ്ഞതിൽ വലിയ സന്തോഷമുണ്ട്. ഇന്ത്യയിൽ നിർമ്മിച്ച ഉൽപ്പന്നങ്ങൾക്ക് ഇപ്പോൾ 18% ഇളവ് ലഭിക്കുമെന്നുള്ളത് സന്തോഷമുണ്ട്. ഈ അത്ഭുതകരമായ പ്രഖ്യാപനത്തെ ഇന്ത്യയിലെ 1.4 ബില്യൺ ജനങ്ങളുടെ പേരിൽ പ്രസിഡന്റ് ട്രംപിന് നന്ദി അറിയിക്കുന്നു. 2 വലിയ സമ്പദ് വ്യവസ്ഥകളും ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യങ്ങളും ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോൾ അത് നമ്മുടെ ജനങ്ങൾക്ക് ഗുണം ചെയ്യുമെന്നും പരസ്പര പ്രയോജനകരമായിട്ട് സഹകരണങ്ങളിൽ വലിയ അവസരം തുറക്കുമെന്നൊക്കെ പ്രൈം മിനിസ്റ്റർ മോഡിയിൽ പറയുന്നുണ്ട്. അതുപോലെ നമ്മുടെ പരസ്പര സഹകരണത്തെ കൂടുതൽ ഉയരങ്ങളിലേക്ക് കൊണ്ടുപോകാൻ അദ്ദേഹത്തോടൊപ്പം യോജിച്ച് പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നുവെന്നും പ്രൈം മിനിസ്റ്റർ മോഡി ഇതിൽ പറയുന്നുണ്ട്. എന്നാൽ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പ്രൈം മിനിസ്റ്റർ മോഡിയുടെ എക്സ് പോസ്റ്റിൽ ട്രേഡ് ഡീൽ എന്നൊരു വാക്ക് ഇവിടെയും പ്രയോഗിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഇത് ഒരു ട്രേഡ് ഡീൽ ഇവിടെ സൈൻ ചെയ്തതായിട്ടോ അത് ഏത് ദിവസം സൈൻ ചെയ്യുമെന്നോ എവിടെ വെച്ച് സൈൻ ചെയ്യുമോ എന്നതിനെക്കുറിച്ചൊന്നും യാതൊരു പരാമർശവും ഇതിലില്ല. തത്വത്തിലുള്ള ഒരു അനൗദ്യോഗികമായ സ്ഥിരീകരണം മാത്രമാണിത്. അപ്പോൾ ഏതായാലും ഇവിടെ ബാക്കിയുള്ളതൊക്കെ സ്പെക്കുലേഷനാണ്. ഇപ്പോൾ മീഡിയ ഒക്കെ പറയുന്നത് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് സ്റ്റോപ്പ് ചെയ്തുകൊണ്ട് 25% അധിക തീരുവ പിൻവലിക്കുമെന്നും അതുപോലെ റെസിപ്രോക്കൽ താരിഫായ 25% നിന്ന് അത് 18% കുറക്കുമെന്നും ഈ ഒരു 2 പോസ്റ്റുകളുടെ അടിസ്ഥാനത്തിലാണ് ഇവിടെ പറയുന്നത്. ഇത് കൂടാതെ ട്രേഡ് ഡീൽ എന്ന പരാമർശം ആവർത്തിച്ചുകൊണ്ട് US അംബാസഡറായിട്ടുള്ള സെർജിയോ ഗോറ് സോഷ്യൽ മീഡിയകളിൽ കുറിച്ചതായിട്ട് കാണാം. പക്ഷേ ഇത്തരത്തിലുള്ളൊരു ഡീലിലേക്ക് പോകുന്നുണ്ട് എന്നുള്ളത് സ്ഥിരീകരിക്കപ്പെടാത്ത റിപ്പോർട്ടുകൾ മുമ്പേ വന്നുകൊണ്ടേയിരുന്നു. അപ്പോൾ അത് കാരണമാണ് ഈ ബജറ്റിൽ ഈ റൂപ്പി ഡിവാലുവേഷനെ നേരിടാനുള്ള യാതൊരു പ്രഖ്യാപനങ്ങളും ഉണ്ടാകാതിരുന്നതെന്നാണ് പൊതുവെ കരുതപ്പെടുന്നത്. കൂടാതെ FISനെ തിരിച്ചു കൊണ്ടുവരുവാൻ വേണ്ടിയിട്ട് മറ്റ് എഫേർട്ടുകളൊന്നും ബജറ്റിൽ പറയാതിരുന്നതിൻ്റെ പിന്നിലും ഈ ഒരു ഡീല് വരുന്നുണ്ട് എന്നതിൻ്റെ ശുഭാപ്തി വിശ്വാസമാണെന്നാണ് പൊതുവെ അനലിസ്റ്റുകൾ വിലയിരുത്തുന്നത്. അപ്പോൾ ഈ ഒരു ഡീലിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയുടെ മാർക്കറ്റിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന അണ്ടർ പെർഫോമൻസിന് ഒരു ഒറ്റമൂലിയായിട്ട് ഇത് മാറുമെന്നും മാർക്കറ്റ് 30,000 വരെ പോകാനുള്ള സാധ്യതയുണ്ടെന്നും പല അനലിസ്റ്റുകളും ഫോർകാസ്റ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ JP മോർഗനൊക്കെ അത്തരത്തിൽ ഫോർകാസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ 20% ഒരു മൂവ് ആണ് അവരൊക്കെ മാർക്കറ്റ് പ്രതീക്ഷിക്കുന്നത്. എന്നാൽ നിലവിലുള്ള ഈ ഒരു അവസ്ഥയിൽ നിന്ന് മാർക്കറ്റ് കുതിക്കണമെങ്കിൽ 3 കാര്യങ്ങൾ യഥാർത്ഥത്തിൽ സംഭവിക്കേണ്ടതുണ്ട്. ഒന്ന്, വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു ബൈലാറ്ററൽ അഗ്രിമെൻറ്റ്. ഇപ്പോൾ ഇന്ത്യ യൂറോപ്യൻ ഡീൽ, മദർ ഓഫ് ഓൾ ഡീൽ എന്നറിയപ്പെടുന്ന ആ ഒരു ഡീലിൽ നടന്നതുപോലുള്ള 100% ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ബൈലാറ്ററൽ അഗ്രിമെൻറ്റ് നടന്നാൽ മാത്രമേ ഇത് സ്ഥിരീകരിക്കാനാവുള്ളൂ. രണ്ടാമത്തത്, റൂപ്പി സ്ട്രോങ് ആവേണ്ടതുണ്ട്. യഥാർത്ഥത്തിൽ ഇന്ന് റൂപ്പി കുറച്ച് സ്ട്രോങ് ആയതായിട്ട് നമുക്ക് കാണാം. അത് ഒരു ഘട്ടത്തിൽ 90 താഴെ പോയതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ തീർച്ചയായിട്ടും ഇതിൻ്റെ ഒരു എഫക്റ്റ് നിലവിലുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യൻ റുപ്പി കൂടുതൽ സ്ട്രെങ്തൻ ചെയ്യുകയും അതിൻ്റെ പഴയ ലെവലിലേക്ക് പോവുകയും ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും മാർക്കറ്റ് ഈ ലെവലിൽ നിന്നും
20% കുതിപ്പിനൊക്കെ സാധ്യതയുണ്ട്. ഇത് കൂടാതെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മുടെ ഏർണിങ്സ് ആണ്. അപ്പോൾ നിലവിൽ നമുക്കറിയാം Q3 റിസൾട്ടിൽ പ്രതീക്ഷ ഏർണിങ്സ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ Q4 നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള ഒരു ഏർണിങ്സ് കോർപ്പറേറ്റുകൾ റിപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും മാർക്കറ്റിൽ ശക്തമായ ഒരു കുതിപ്പുണ്ടാവും. അപ്പോൾ ഇത്തരം കണ്ടീഷൻസ് ഫുൾഫിൽ ചെയ്താൽ മാത്രമേ നിലവിലുള്ള ആ ഒരു മുന്നേറ്റം തുടരുകയുള്ളൂ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ഏതായാലും ഈ ഒരു താരിഫ് നിലവിൽ വരികയാണെങ്കിൽ ഇന്ത്യക്ക് വലിയൊരു അഡ്വാൻറ്റേജ് ആണുള്ളത്. കാരണം ഇന്ത്യക്ക് മുകളിൽ പല രാജ്യങ്ങളിലും ഇന്ത്യയേക്കാൾ കൂടുതൽ താരിഫ് ഇപ്പോഴും തുടരുകയാണ്. ഇപ്പോൾ ബ്രസീലിൻ്റെ 50% അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. അതുപോലെ ലാവോസ്, മ്യാൻമറിലൊക്കെ 40% താരിഫ്. അതുപോലെ ചൈനയുടെ താരിഫ് 30% മുതൽ 37% വരെയാണ്. കാനഡയുടേത് 35%, വിയറ്റ്നാമിൻ്റെ 20%, ബംഗ്ലാദേശ് 20%, ഈവൻ പാകിസ്ഥാൻ പോലും ഇന്ത്യയേക്കാൾ കൂടുതൽ 19% താരിഫിലാണ് നിൽക്കുന്നത്. അതുപോലെ ഇന്തോനേഷ്യ, തായ്ലൻഡിലൊക്കെ 19%. അപ്പോൾ ഈ രാജ്യങ്ങളുമായിട്ടൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ ഇന്ത്യയുടെ പൊസിഷൻ വളരെ സ്ട്രോങ് ആണ്. ഇന്ത്യയേക്കാൾ താഴെ താരിഫുള്ള 2 ഏഷ്യൻ രാജ്യങ്ങളാണ് നമുക്ക് കാണുക. ഒന്ന് ജപ്പാനും മറ്റൊന്ന് സൗത്ത് കൊറിയയുമാണ്. അപ്പോൾ ഈ 2 രാജ്യങ്ങളും അമേരിക്കയുടെ വളരെയധികം സ്ട്രാറ്റജിക് ആയിട്ടുള്ള പാർട്ട്നേഴ്സ് ആയതുകൊണ്ട് തീർച്ചയായിട്ടും അവിടെ അമേരിക്ക വലിയ തോതിലുള്ള ഇളവ് അവർക്ക് നൽകിയിരിക്കുകയാണ്. എങ്കിൽ പോലും ഇന്ത്യ നേരിട്ട് കോമ്പീറ്റ് ചെയ്യുന്ന പ്രൊഡക്റ്റുകൾ ഈ രാജ്യങ്ങളിൽ ഇല്ല എന്നുള്ളത് നമ്മുടെ ഒരു അഡ്വാൻറ്റേജാണ്. നമ്മൾ കോമ്പീറ്റ് ചെയ്യുന്ന ബംഗ്ലാദേശ്, അതുപോലെ ഇന്തോനേഷ്യ, ചൈന, വിയറ്റ്നാം പോലെയുള്ള രാജ്യങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ താരിഫ് കുറച്ചുകൂടി ബെറ്ററാണ്. അപ്പോൾ അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് തീർച്ചയായിട്ടും ഇന്ത്യക്ക് ലഭിക്കുമെന്നാണ് ഇവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ഇന്ത്യക്ക് താരിഫ് കുറഞ്ഞത് പിന്നെ യൂറോപ്യൻ രാജ്യങ്ങളാണ്. ഇപ്പോൾ UK 10%, യൂറോപ്യൻ യൂണിയന് 15%, സ്വിറ്റ്സർലാൻഡ് 15%. അതുപോലെ നേരത്തെ ഞാൻ സൂചിപ്പിച്ച സൗത്ത് കൊറിയയും ജപ്പാനുമാണ് 15% മറ്റ് രാജ്യങ്ങൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഡീല് തീർച്ചയായിട്ടും ഒരു ടേണിംഗ് പോയിൻ്റായിട്ട് ഇന്ത്യൻ മാർക്കറ്റിൽ മാറാൻ സാധ്യതയുള്ള ഡീലാണ്. പക്ഷേ അവിടെ ഇന്ത്യൻ റുപ്പി സ്ട്രെങ്തൻ ചെയ്യേണ്ടതുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഏർണിങ്സ് ഇമ്പ്രൂവ് ആവണം. എങ്കിൽ മാത്രമേ FIIസിൻ്റെ തിരിച്ചുവരവ് ഒരു യാഥാർത്ഥ്യമാവുകയുള്ളൂ. കാരണം നിലവിൽ നമ്മൾ അണ്ടർ പെർഫോമൻസിൻ്റെ പ്രധാനപ്പെട്ട കാരണം FIIസിൻ്റെ ഔട്ട്ഫ്ലോ ആണ്. അപ്പോൾ റുപ്പി സ്ട്രോങ് ആവുകയും ഏർണിങ്സ് വർദ്ധിക്കുകയും ഈ ട്രേഡ് ഡീൽ യാഥാർത്ഥ്യമാവുകയും ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും FIIസിൻ്റെ കടന്നുവരവ് പൂർവാധികം ശക്തിയോടെ ആയിരിക്കും എന്ന് വേണം മനസ്സിലാക്കാൻ. അപ്പോൾ ഈ ഒരു ട്രേഡ് ഡീൽ യാഥാർത്ഥ്യമാകുമ്പോൾ ചില സെക്ടറുകൾ നമ്മുടെ ലൈം ലൈറ്റിൽ വരുന്നുണ്ട്. അതിലൊന്നാണ് ടെക്സ്റ്റൈൽ ആൻഡ് അപ്പാരൽ മേഖലയാണ്. അപ്പോൾ ഈ താരിഫ് ഹൈക്ക് കാരണം ഏറ്റവും അധികം ഹിറ്റ് ചെയ്ത ഒരു സെക്ടറാണിത്. കാരണം ഇന്ത്യയുടെ ഹോം ടെക്സ്റ്റൈൽ, റെഡിമെയ്ഡ് ഗാർമെൻറ്റ്സിൻ്റെ ഒക്കെ ഒരു മേജർ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് US ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ 18%ലേക്കുള്ള റിഡക്ഷൻ ഒരു ഇമ്മീഡിയറ്റ് ഒരു മാർജിൻ ബൂസ്റ്റ് ഈ സ്റ്റോക്കുകൾക്ക് നൽകും. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു മൂവ് ഇന്ന് പല ടെക്സ്റ്റൈൽ സ്റ്റോക്കിൽ നമുക്ക് കാണാൻ കഴിയും. ഇന്ന് നമുക്ക് കാണാം KPR മിൽസ് 15% മൂവാണ് ഇന്ന് നടത്തിയത്. വർദ്ധമാൻ ടെക്സ്റ്റൈൽ 12% മൂവ് ചെയ്തു. ട്രൈഡൻറ്റ് 15% മൂവ് ചെയ്തു. വെൽസ്പൺ ലിവിംഗ് 19% മൂവാണ് കാണിച്ചത്. അരവിന്ദ് ലിമിറ്റഡ് 10%, അതുപോലെ പേൾ ഗ്ലോബൽ 11%, ഗർവാരി ടെക്നോളജി 17%, ഇൻഡോ കൗണ്ട് ഇൻഡസ്ട്രീസ് ഓൾമോസ്റ്റ് 20% അപ്പർ സർക്യൂട്ടിലാണ്. ഗൂഗിൾ ദാസ് എക്സ്പോർട്ടും 20% അപ്പർ സർക്യൂട്ടാണ്. കിറ്റക്സ് ഗാർമെൻറ്റ്സും 20% അപ്പർ സർക്യൂട്ടാണ്. അതുപോലെ CRM സിൽക്ക് 14% മൂവ് നടത്തിയായിട്ട് കാണാം. SP അപ്പാരൽസ് 14% മൂവ്. അപ്പോൾ ഇത്തരത്തിൽ എല്ലാ ടെക്സ്റ്റൈൽ സ്റ്റോക്കിലും ഇതിൻ്റെ ഒരു റിപ്പിൾ എഫക്റ്റ് നമുക്ക് കാണാൻ കഴിയും. മറ്റൊരു പ്രധാനപ്പെട്ട സെക്ടറാണ് US എക്സ്പോർട്ട് ഉള്ളത് ഇന്ത്യൻ ഓട്ടോ കമ്പോണൻറ്റ് മാനുഫാക്ചേഴ്സ് ആണ്. അപ്പോൾ ലോവർ താരിഫ് ആകുമ്പോൾ ഇന്ത്യക്ക് മെയ്ഡ് ഇൻ ഇന്ത്യ പാർട്സുകൾക്ക് ചൈന, മെക്സിക്കൻ ആൾട്ടർനേറ്റീവ് പാർട്സുകളുമായിട്ട് വളരെ കോമ്പീറ്റൻ്റ് ആയിട്ട് മത്സരിക്കാൻ സാധിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവുകയാണ്. അതിൻ്റെ ഒരു ഗുണഫലം അനുഭവിക്കുന്ന സ്റ്റോക്കുകൾ നമുക്ക് മാർക്കറ്റിൽ കാണാം. അത്തരത്തിൽ ഇന്ന് ശക്തമായ മൂവ് നടന്ന ചില സ്റ്റോക്കുകളാണ്. ഇപ്പോൾ സംവർദ്ധന മദേഴ്സൺ ഇന്ന് ശക്തമായ മൂവ് നടത്തി 6% മുന്നേറ്റം. അതുപോലെ ഭാരത് ഫോർജ് 6% മുന്നേറായിട്ട് കാണാം. ഷോഫ്ലർ ഇന്ത്യ 5% മുന്നേറി. ബാലകൃഷ്ണ ഇൻഡസ്ട്രീസ് 11% മുന്നേറ്റം. ട്യൂബ് ഇൻവെസ്റ്റ്മെൻറ്റ് 8% മുന്നേറായിട്ട് കാണാം. സോന BLW പ്രിസിഷൻ ഫോർജിങ് 6% മുന്നേറിയിട്ടുണ്ട്. രാമകൃഷ്ണ ഫോർജിങ് 9%, ലുമാക്സ് ഓട്ടോ ടെക്നോളജി 7%, അതുപോലെ ശ്രീറാം പിസ്റ്റൺസ് 7% മുന്നേറിയിട്ടുണ്ട്. സൻസേര എഞ്ചിനീയറിംഗ് 5% മുന്നേറായിട്ട് കാണാം. അപ്പോൾ ഇത്തരത്തിൽ പല സ്റ്റോക്കുകൾ ഇപ്പോൾ പ്രിക്കോൾ, സുപ്രജിത്ത് എഞ്ചിനീയറിംഗ്, ബാങ്കോ പ്രൊഡക്ട്സ്, ജംന ഓട്ടോ ഇൻഡസ്ട്രീസ്, ലുമാക്സ് ഇൻഡസ്ട്രീസ് ഇങ്ങനെ തുടങ്ങി ചെറുതും വലുതുമായ ധാരാളം ഓട്ടോ ആൻസിലറി കമ്പനിയിൽ ശക്തമായ മൂവാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട ഗുണഫലം അനുഭവിക്കാൻ പോകുന്നത് ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളാണ്. അപ്പോൾ US ഏകദേശം 40% ജനറിക് ഡ്രഗ്സ് സപ്ലൈ ചെയ്യുന്നത് ഇന്ത്യയിൽ നിന്നുള്ള ഫാർമസ്യൂട്ടിക്കൽ മാനുഫാക്ചറേഴ്സ് ആണ്. അപ്പോൾ എസെൻഷ്യൽ മെഡിസിൻ്റെ ആ ഒരു സപ്ലൈ ചെയിനിലുള്ള ഇന്ത്യയുടെ ആധിപത്യം തുടരാൻ ഇതുവഴി സാധിക്കും. അപ്പോൾ ഇന്ന് അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ ഈ ഫാർമ സ്റ്റോക്കുകളിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇന്ന് സൺ ഫാർമ 4% മുന്നേറിയിട്ടുണ്ട്. ഡെവിസ് ലാബ് 4% മുന്നേറിയ കാണാം. ഡോക്ടർ ഡി ലാബ്സ് 4% മുന്നേറിയിട്ട് കാണാം. മാൻകൈൻഡ് ഫാർമ, അർബിന്ദോ ഫാർമ, മാർക്സാൻസ് ഫാർമ 10% മുന്നേറിയിട്ടുണ്ട്. അതുപോലെ നാറ്റ്കോ ഫാർമ,
കാപ്ലിൻ പോയിന്റ് ലാബ് തുടങ്ങിയ സ്റ്റോക്കുകളിൽ 4% കൂടുതൽ മുന്നേറ്റം നടത്തിയിട്ട് കാണാം. മറ്റൊരു മേജർ സെക്ടർ IT സെഗ്മെന്റ് ആണ്. കാരണം നമുക്കറിയാം H1B വിസയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ ഒരു ഭീഷണി നിലനിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള ഒരു ഡീലിലേക്ക് പോകുമ്പോൾ അത്തരം കാര്യങ്ങളിൽ നിന്ന് US പിറകോട്ട് പോകാനുള്ള സാധ്യതയാണുള്ളത്. അതുകൊണ്ട് തന്നെ അത് പൊതുവെ ഈ IT സെഗ്മെൻറ്റിലുള്ള സ്റ്റോക്കുകളിൽ ഒരു പോസിറ്റീവ് സെൻറ്റിമെൻറ്റ്സ് സൃഷ്ടിക്കാൻ സഹായിച്ചേക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ US IT കമ്പനികളുമായിട്ടുള്ള കൂടുതൽ ടെക്നോളജിക്കലായിട്ടുള്ള സഹകരണങ്ങളിൽ ലഭിക്കാനുള്ള സാധ്യതയും കൂടുതലാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലൊരു മുന്നേറ്റം പല IT സ്റ്റോക്കുകളിലും ഇന്നുണ്ടായിട്ട് കാണാം. ഇപ്പോൾ കോഫോജ്, എംഫസിസ്, L&T ടെക്നോളജി, ആപ്പിൾ 3i, ബിർള സോഫ്റ്റ്, ലൈറ്റൻറ്റ് വ്യൂ, സാഗിലിറ്റി, ടാറ്റ ടെക്നോളജീസ് പോലെ ഇൻഫോസിസ് പോലെയുള്ള സ്റ്റോക്കുകളിൽ ഇന്ന് ഒരു പോസിറ്റീവ് മൂവ് ഉണ്ടായതായിട്ട് കാണാം. അതുപോലെ ഈ ഒരു ഡീലിലൂടെ ഏറ്റവും അധികം ഗുണഫലം അനുഭവിക്കുന്ന ഒരു സെക്ടറാണ് സീ ഫുഡ് ആൻഡ് അഗ്രോ എക്സ്പോർട്ട് മേഖല. അപ്പോൾ ഈ താരിഫ് ത്രെട്ട് കാരണം വലിയ കോമ്പറ്റീഷൻ നേരിട്ടതിൻ്റെ ഫലമായിട്ട് ഈ സീ ഫുഡ് അഗ്രോ എക്സ്പോർട്ട് പ്രതിസന്ധിയിലായിരുന്നു. അപ്പോൾ ഈ ഒരു ഡീല് വരുന്നു എന്ന വാർത്ത കേട്ടവിടെ തന്നെ ഈ സീ ഫുഡിലെ 2 പ്രധാനപ്പെട്ട എക്സ്പോർട്ട് കമ്പനികളായിട്ടുള്ള അവന്തി ഫീഡ്സും അതേപോലെ അപ്പെക്സ് ഫ്രോസൺ ഫുഡ്സും ഇത് രണ്ടും ഷ്രിംപ്സ് എക്സ്പോർട്ട് ചെയ്യുന്ന കമ്പനികളാണ്. അത് 20% അപ്പർ സർക്യൂട്ടിലേക്കാണ് ഇന്ന് പോയതെന്ന് കാണാം. ഇതേപോലെ ഈ താരിഫ് ത്രെട്ട് ഏറ്റവും അധികം അനുഭവിച്ച ചെറുകിട മേഖലയിലുള്ള കമ്പനികളായിരുന്നു ഈ ജംസ് ആൻഡ് ജ്വല്ലറി മേഖലയിലുള്ള കമ്പനികൾ. അപ്പോൾ ഇന്ന് ഈ ഒരു സെഗ്മെൻറ്റിൽ വമ്പിച്ചൊരു മുന്നേറ്റം ഉണ്ടായതായിട്ട് കാണാം. ഇപ്പോൾ ഗോൾഡിയാം ഇൻ്റർനാഷണലൊക്കെ 20% അപ്പർ സർക്യൂട്ടിലേക്ക് പോയിരുന്നു. അതുപോലെ അണ്ടർ പെർഫോം ചെയ്തുകൊണ്ടിരുന്ന പല സ്റ്റോക്കുകളും ഇന്ന് റിക്കവർ ചെയ്തിട്ട് കാണാം. ഇപ്പോൾ കല്യാൺ ജ്വല്ലേഴ്സ് ഏകദേശം 5% മുന്നോട്ട് വന്നു. രാജേഷ് എക്സ്പോർട്സ് 5% മുന്നോട്ട് വന്നു. സ്കൈ ഗോൾഡ് 6% കൂടുതൽ മുന്നേറ്റം നടത്തിയായിട്ട് കാണാം. അതുപോലെ വൈഭവ് ഗ്ലോബൽ 9% മുന്നേറ്റം നടത്തി. ടൈമെക്സ് ഗ്രൂപ്പ് 7%, KDDL 5%, റിനൈസൻസ് ഗ്ലോബൽ 13% മുന്നേറ്റം. അതുപോലെ മോട്ടിസൺസ് ജുവൽ 8% മുന്നേറ്റം. ഇത്തരത്തിൽ ഈ ജംസ് ആൻഡ് ജ്വല്ലറി മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്റ്റോക്കുകളിലൊക്കെ വമ്പിച്ച മുന്നേറ്റം ഇന്ന് പ്രകടമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഇന്ത്യ US ട്രേഡ് ഡീലുമായി ബന്ധപ്പെട്ട് അതിനെ കൺഫേം ചെയ്യുന്ന രീതിയിലുള്ള കൂടുതൽ വാർത്തകൾ വരേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ നിലവിലുള്ള ഈ ഒരു മൊമെൻ്റം മാർക്കറ്റിൽ തുടരാൻ സഹായിക്കുകയുള്ളൂ. അല്ലാതെ ട്രംപിൻ്റെ പലപ്പോഴും കാണാറുള്ള ടേണും അത്തരത്തിലുള്ള ഇറസ്പോൺസിബിൾ ആയിട്ടുള്ള പ്രസ്താവനകളുമൊക്കെ ഒരുപക്ഷെ മാർക്കറ്റിനെ ചിലപ്പോൾ പുറകോട്ട് കൊണ്ടുവരുവാനും സഹായിച്ചേക്കും. അതുപോലെ വരും ദിവസങ്ങളിലുള്ള ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ തിരിച്ചു വരവിൻ്റെ ഒരു ഫ്രീക്വൻസി അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ റുപ്പി എത്രമാത്രം സ്ട്രെങ്തൻ ചെയ്യുന്നുണ്ട് എന്നുള്ളതും പരിശോധിക്കപ്പെടേണ്ട കാര്യമാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിരീക്ഷിച്ചുകൊണ്ട് വേണം മാർക്കറ്റിൽ ഒരു തീരുമാനമെടുക്കാൻ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ മാർക്കറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ ഷെയർ ചെയ്യാനുള്ളത്. ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകൾ അറിയിക്കുക. താങ്ക് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.